ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത്തവണയും ജസ്റ്റ് മിസ് എന്ന് ശത്രുക്കൾ. വടക്കൻ ഇസ്രായേലി നഗരമായ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് 2 ഫ്ലാഷ് ബോംബുകൾ പ്രയോഗിച്ചത്. ഇവ നെതന്യാഹുവിന്റെ വീടിന്റെ മുറ്റത്ത് വീണ് പൊട്ടിത്തെറിച്ചു. സംഭവ സമയത്ത് നെതന്യാഹുവും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രായേൽ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഗുരുതരമായ ആക്രമണമാണിത്. ഗൗരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിലെ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗും അപലപിച്ചു. തുടർച്ചയായ ആക്രമണ പരമ്പരയാണ് നെതന്യാഹുവിനെതിരെ അരങ്ങേറുന്നത്. ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 2 ഫ്ലാഷ് ബോംബുകളാണ് വീട്ടുമുറ്റത്ത് പതിച്ചത്. ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത്. സിസേറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വലിയ തിരിച്ചടി നൽകുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെതന്യാഹുവിനെ വകവരുത്താനുള്ള നീക്കമാണ് നടന്നത് എന്ന് മന്ത്രിമാരും പ്രതികരിച്ചു. കഴിഞ്ഞ മാസം ഹിസ്ബുല്ലയുടെ ഡ്രോൺ ആക്രമണത്തിൽ നെതന്യാഹുവിന്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈകാതെ തന്നെ കൊല്ലപ്പെടും എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായിട്ടുണ്ട്. ഇറാൻ എന്തായാലും അത്തരമൊരു കൃത്യം ചെയ്യില്ല എന്ന് ഉറപ്പ്. ബങ്കറിൽ നിന്ന് ബങ്കറിലേക്ക് മാറിക്കഴിയുന്ന നെതന്യാഹുവിനെ ഒരുപോലെ ഹമാസും ഹിസ്ബുള്ളയും ലക്ഷ്യമിടുന്നുണ്ട്. നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, അദ്ദേഹത്തെ വധിക്കാനുള്ള നീക്കം നടക്കുന്നതായി അദ്ദേഹത്തിന്റെ മകൻ യായിർ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇയാളെ ഇറാൻ തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചുമതലയുള്ള ഷിൻബെത്താണ് ഇതിന് പിന്നിൽ എന്നാണ് യായിർ പറയുന്നത്. തന്റെ പിതാവിനെ സർക്കാരിനെ അട്ടിമറിക്കാനും IDF സൈനികരെ പീഡിപ്പിക്കാനും ഷിൻബെത്ത് ശ്രമിക്കുന്നുവെന്നും യായിർ പറയുന്നു. സമൂഹ മാധ്യമമായ എക്സിൽ തുടരെയുള്ള കുറിപ്പുകൾ പോസ്റ്റ് ചെയ്താണ് യായിർ ഷിൻബെത്തിനെതിരെ രംഗത്ത് വന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സിം കാർഡുകൾ വ്യാപകമായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് നെതന്യാഹുവിന് അറിയാമായിരുന്നു എന്ന റിപ്പോർട്ട് മുഴുവൻ തെറ്റാണ് എന്നും കെട്ടിച്ചമച്ചതാണ് എന്നും യായിർ പറയുന്നു. ഒക്ടോബർ 7-ന് നടന്ന സൈന്യത്തിന്റെ സംഭാഷണങ്ങളും അവർ ഈ ചർച്ചയിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് മറച്ചുവെച്ച വസ്തുതയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണിത് എന്നും യായിർ കുറ്റപ്പെടുത്തി. 60കളിലെ തെക്കേ അമേരിക്ക പോലെയുള്ള ഒരു ബനാന റിപ്പബ്ലിക്കാണിത്. ഇപ്പോൾ ഇസ്രായേൽ സൈനികരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഷിൻബെത്ത് തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഷിഫ ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററെ മോചിപ്പിച്ചത് എന്നും യായിർ കുറ്റപ്പെടുത്തി. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് നെതന്യാഹുവിന്റെ മകൻ യായിർ ഇപ്പോൾ കഴിയുന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ 33 വയസ്സുള്ള തന്റെ മകന്റെ സംരക്ഷണത്തിനു വേണ്ടി നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പ്രകോപനപരമായ ഓൺലൈൻ പോസ്റ്റുകൾക്ക് 1-ലധികം തവണ യായിർ നിയമ നടപടി നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. അതിനിടെ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ നിഷേധിച്ച് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇറാൻ സന്ദേശം അയച്ചു എന്നുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. ട്രംപിന്റെ ജീവന് വേണ്ടിയുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കും എന്നാണ് ബൈഡൻ ഭരണകൂടം സെപ്റ്റംബറിൽ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിനുശേഷമാണ് ഈ സംഭവ വികാസം ഉണ്ടായത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ച് ഒക്ടോബറിൽ ഒരു ഇടനിലക്കാരൻ വഴിയാണ് സന്ദേശം അയച്ചത്. 2020-ൽ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് ഇറാനിയൻ പ്രതികാര സാധ്യതയെക്കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു യുഎസിന്റെ കർശനമായ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു ഇത്. അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു ഈ നീക്കം നടന്നത്. നവംബർ 5-ന് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇറാനെതിരെ കടുത്ത നിലപാട് പുതുക്കാൻ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ സമ്മർദ്ദം നിലനിന്നിട്ടുകൂടി അത്തരം കാര്യങ്ങൾ നിയുക്ത പ്രസിഡന്റുമായി കൂടുതൽ അനുരഞ്ജന സമീപനത്തിനാണ് വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും നിർദ്ദേശിച്ചത്. നിയുക്ത പ്രസിഡന്റിനെതിരായ ഇറാനിയൻ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട 2 കുറ്റാരോപണങ്ങൾ ഉദ്ധരിച്ച് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കാം എന്നാണ് US ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത്. ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്തിയത് ക്രിമിനൽ നടപടിയാണ് എന്ന ടെഹ്റാന്റെ നിലപാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാനിയൻ സന്ദേശമെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ട്രംപിനെ കൊല്ലാൻ ഇറാൻ ഉദ്ദേശമില്ല എന്നും ഈ ആശയവിനിമയം വ്യക്തമാക്കുകയാണ്. ഈ സന്ദേശം 2 പക്ഷവുമായി ഇടപഴകുന്ന ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനും ഒരു വിശകലന വിദഗ്ധനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ അല്ല, അന്താരാഷ്ട്ര നിയമമാർഗങ്ങളിലൂടെ സുലൈമാനിയുടെ മരണത്തിന് നീതി നടപ്പാക്കാനുള്ള ആഗ്രഹം ഇറാൻ പ്രകടിപ്പിച്ചതായും അദ്ദേഹം പറയുന്നു. സന്ദേശം ഏതെങ്കിലും പ്രത്യേക ഇറാനിയൻ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ളതല്ല എന്ന് US ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയിൽ നിന്നുള്ളതാണ് എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥനും വിശകലന വിദഗ്ധനും വിലയിരുത്തിയിട്ടുണ്ട്.
എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇറാന്റെ ദൗത്യം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ സുലൈമാനിയുടെ കൊലപാതകത്തെ നിയമപരവും നീതിന്യായപരവുമായ വഴികളിലൂടെ അഡ്രസ് ചെയ്യുന്നതിനുള്ള ടെഹ്റാന്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.